ഫിഷറീസിൽ തട്ടി വകുപ്പ് വിഭജനം നീളുന്നു. വകുപ്പ് വേണമെന്ന് ലീഗ്, നൽകില്ലെന്ന് കോൺഗ്രസ്. എക്സൈസ് മാത്രം നൽകിയതിൽ എം ലിജുവിനും അതൃപ്തി. കൃഷിവകുപ്പ് വേണ്ടെന്ന് ടി സിദ്ദിഖ്. ധനസ്ഥിതിയിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ. കെ എം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി. നവകേരള സഹസ്രയിടയിലെ മർദ്ദനം അന്വേഷിക്കുന്നതിൽ പ്രത്യേക സംഘമുടൻ. പുനരന്വേഷണ ഉത്തരവ് ഇന്നിറങ്ങാൻ സാധ്യത. CPM തെരഞ്ഞെടുപ്പിൽ തകരാൻ കാരണം കണ്ണൂർ പാർട്ടി എന്ന് വിമർശനം. കണ്ണൂർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ഇടുക്കിയിലും ആവശ്യം. പേരാമ്പ്രയിലെ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതം. നിർണായക CCTV ദൃശ്യം പുറത്ത്. പമ്പിൽ നിന്നും യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്ന ദൃശ്യങ്ങളിൽ. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇറാനിലേക്കുള്ള ആക്രമണം തൽക്കാലം നിർത്തി അമേരിക്ക. ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധം അമേരിക്ക നീക്കിയേക്കും. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങും. മനുഷ്യജീവന് ഭീഷണിയായ നായ്ക്കളെ കൊല്ലണമെന്ന് സുപ്രീം കോടതി. തെരുവ് നായ്ക്കളെ നീക്കണം. മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി. തെരുവ് നായ ശല്യം രൂക്ഷമാക്കിയത് സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയെന്നും കോടതിയുടെ വിമർശനം. മോഡലിംഗ് മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ 3 പേർ പിടിയിൽ. ഇരകൾ നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോലീസ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. സൗദി ജയിലിൽ കാത്തിരുന്ന അബ്ദുൾ റഹീം നാളെ നാട്ടിലെത്തിയേക്കും. 20 വർഷത്തെ തടവ് ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കും. വധശിക്ഷ ഒഴിവാക്കിയത് മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകി.